ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Galaxy made of ABS material. നമസ്കാരം. ജില്ലാ വാർത്തകൾ. 55ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം 3ാം ദിവസമായപ്പോഴും തളർച്ചയില്ലാതെ മത്സരവേദികളിൽ ചുവടുവെക്കുകയാണ് കലാപ്രതിഭകൾ. കലോത്സവത്തിന്റെ പരിസരങ്ങളിൽ തളരാത്ത ആവേശവുമായി ആസ്വാദകരും കലോത്സവ സംഘാടകരും മത്സരാർത്ഥികൾക്കൊപ്പമുണ്ട്. പ്രധാന വാർത്തകളിലേക്ക്. സംസ്ഥാന സ്കൂൾ കലോത്സവം ജില്ലകളിൽ തൃശൂരും കോട്ടയവും പാലക്കാടും മുന്നേറുന്നു. കോഴിക്കോട് തൊട്ടുപിന്നിൽ. സാന്ത്വന പരിചരണ രംഗത്ത് വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ. പാൽകോൺ 2015 അന്താരാഷ്ട്ര സമ്മേളനം കോഴിക്കോട്ട്. റോഡ് സുരക്ഷാ വാരാചരണത്തോടനുബന്ധിച്ച് ട്രോമാ കെയറിന്റെ ചിത്രപ്രദർശനം. ചിത്രങ്ങളിൽ റോഡ് അപകടങ്ങളുടെ ഓർമ്മപ്പെടുത്തലുകളും മുന്നറിയിപ്പും. വിശദമായ വാർത്തകളിലേക്ക്. ഭരതനാട്യത്തിലെ ചടുലതയാർന്ന ചുവടുകളോടെ മോഹനം വേദിയിൽ 3ാം ദിവസം അരങ്ങുണർന്നു. ഹയർ സെക്കൻഡറി വിഭാഗം പെൺകുട്ടികളുടെ ഭരതനാട്യമാണ് മത്സരങ്ങളിലെ ആദ്യ ഇനം. നിറഞ്ഞ സദസ്സോടെ മത്സര ഇനങ്ങളെ സ്വീകരിക്കുകയായിരുന്നു കോഴിക്കോട്ടെ ആസ്വാദകർ. കലോത്സവത്തിലെ വേദി 3 ശ്രീരഞ്ജിനിയിൽ കുച്ചിപ്പിടി നൃത്തത്തിന്റെ ലയവിന്യാസങ്ങൾ. ഹയർ സെക്കൻഡറി വിഭാഗം പെൺകുട്ടികളുടെ കുച്ചിപ്പിടി മത്സരം കാണാൻ നിരവധി ആസ്വാദകരാണ് എത്തിയത്. സംസ്ഥാന സ്കൂൾ കലോത്സവ വിജയികളെ ജില്ലാ വാർത്തകൾ ന്യൂസ് ടീം അനുമോദിച്ചു. നാദസ്വരത്തിൽ 5ാം തവണയും 1ാം സ്ഥാനത്തെത്തിയ ചങ്ങനാശ്ശേരി സ്വദേശി അനിൽകുമാറിനെയും, മോഹിനിയാട്ടത്തിൽ എ ഗ്രേഡ് നേടിയ നമിതയ്ക്കും, പെൻസിൽ ഡ്രോയിങ്ങിൽ 4ാം തവണയും 1ാം സ്ഥാനത്തെത്തിയ നീലിമാനാഥിനും ജില്ലാ വാർത്തകളുടെ സ്നേഹോപഹാരം കലോത്സവ നഗരിയിലെ സ്റ്റാളിൽ ഗാലക്സി എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി നവാസ് സമ്മാനിച്ചു. 5 വർഷം മുമ്പ് കോഴിക്കോട്ട് നടന്ന 50ാം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തുടങ്ങിയതാണ് അഖിൽ അനിൽകുമാറിന്റെ കലോത്സവ പങ്കാളിത്തം. അതിനുശേഷമുള്ള എല്ലാ സംസ്ഥാന കലോത്സവങ്ങളിലും ഈ ചങ്ങനാശ്ശേരിക്കാരന്റെ സാന്നിധ്യമുണ്ട്. അഖിലിന്റെ ജീവിതത്തിലെ അവസാനത്തെ സ്കൂൾ കലോത്സവമാണ് ഇത്തവണ കോഴിക്കോട്ടേത്. ചങ്ങനാശ്ശേരി വാഴപ്പള്ളി സെന്റ് തെരേസാസ് ഹയർ സെക്കൻഡറിയിലെ ഈ +2 വിദ്യാർത്ഥി ഇത്തവണയും കലോത്സവത്തിൽ സജീവമാണ്. നാദസ്വരത്തിൽ 1ാം സ്ഥാനവുമായാണ് മടങ്ങുന്നതെന്ന ചാരിതാർത്ഥ്യവുമുണ്ട് ഇത്തവണ. ഈ 3 വർഷം 8, 9, 10 കലോത്സവത്തിൽ 1ാം സ്ഥാനം നേടിയപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗമായി ഒരു ജനസിസ് എന്ന ഒരു പ്രോഗ്രാം നേതൃത്വത്തിൽ ജപ്പാനിൽ പോയി. അഖിലിന്റെ അനുജൻ അനന്തു അനിൽകുമാറും കലോത്സവത്തിൽ മാറ്റുരയ്ക്കുന്നുണ്ട്. ഇതേ സ്കൂളിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ അനന്തുവിന്റെ ഇനം മൃദംഗമാണ്. അഖിലിന് ജില്ലാ വാർത്തകളുടെ സ്നേഹോപഹാരം ഗാലക്സി എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി നവാസ് കലോത്സവ നഗരിയിൽ വെച്ച് സമ്മാനിച്ചു.
പ്രധാന വേദിയായ മലബാർ ക്രിസ്ത്യൻ കോളേജിൽ വെള്ളിയാഴ്ച നടന്ന മോഹിനിയാട്ട മത്സരത്തിൽ കോഴിക്കോട് ദേവഗിരി സേവിയർ ഹയർ സെക്കൻഡറി സ്കൂളിലെ നമിത ബോസ് എ ഗ്രേഡോടെ 2ാം സ്ഥാനത്തെത്തി. ജ്ഞാനപീഠ ജേതാവും കോഴിക്കോടിന്റെ അഭിമാനവുമായ MT വാസുദേവൻ നായരുടെ ഭാര്യ സരസ്വതി, മകൾ അശ്വതി, മരുമകൻ ശ്രീകാന്ത് എന്നിവർക്ക് കീഴിലാണ് നമിത മോഹിനിയാട്ടം അഭ്യസിക്കുന്നത്. മോഹിനിയാട്ടം കൂടാതെ ഭരതനാട്യത്തിലും നമിത മത്സരിക്കുന്നുണ്ട്. 2013 മലപ്പുറത്ത് നടന്ന കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ മോഹിനിയാട്ടത്തിലും നമിത എ ഗ്രേഡ് നേടിയിരുന്നു. ഞാൻ ഇപ്പോൾ ഭരതനാട്യം കളിച്ചവരാണ്. ഇന്നലെ മോഹിനിയാട്ടത്തിൽ സെക്കൻഡ് വിത്ത് എ ഗ്രേഡ് ഉണ്ട്. ഡിസ്ട്രിക്റ്റിൽ നിന്ന് ഞാൻ എപ്പിയിലായിട്ട് വന്നതാണ്. പിന്നെ ഞാൻ പഠിക്കുന്നത് നൃത്താലയ പറഞ്ഞ സരസ്വതി മിസ്സിൻ്റെയും അശ്വതി ടീച്ചറുടെയും ശ്രീകാന്ത് സാറിൻ്റെയും കീഴിലാണ് പഠിക്കുന്നത്. അവിടെ 3.5 വയസ്സ് മുതൽ ഞാൻ ഡാൻസും പാട്ടും പഠിക്കുന്നുണ്ട് അവിടെ തന്നെ. സേവിയർ ഹയർ സെക്കൻഡറി +2 വിദ്യാർത്ഥിയായ നമിതയുടെ അമ്മ പ്രീത തന്നെയാണ് കുട്ടിയുടെ ക്ലാസ് ടീച്ചറും. നമിതയ്ക്ക് ജില്ലാ വാർത്തകളുടെ സ്നേഹോപഹാരം കലോത്സവ നഗരിയിൽ വെച്ച് സമ്മാനിച്ചു. സ്റ്റേജിതര ഇനമായ പെൻസിൽ ഡ്രോയിങ്ങിൽ കണ്ണൂർ ബ്രണ്ണൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ നീലിമ നാഥ് 4ാം തവണയും എ ഗ്രേഡോടെ 1ാമതെത്തി. ഗുരു അച്ഛനും അമ്മയും തന്നെയാണ്. 2 ഡ്രോയിങ് ടീച്ചറാണ്. ചെറുപ്പം തൊട്ടേ വരക്കുന്നത്. ഞാനും ഏട്ടനും വരക്കുമായിരുന്നു. ഏട്ടൻ ഇപ്പോൾ ടെക്നീഷ്യനാണ്. നീലിമയ്ക്കും ജില്ലാ വാർത്തകൾ ഉപഹാരം സമ്മാനിച്ചു. സാന്ത്വന പരിചരണ രംഗത്ത് യുവാക്കളുടെ കൂട്ടായ സഹകരണം എന്ന ലക്ഷ്യത്തോടെ കോഴിക്കോട് സ്റ്റുഡൻസ് പാൽക്കോൺ 2015 അന്താരാഷ്ട്ര സമ്മേളനം സംഘടിപ്പിച്ചു. JDT ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം ജനറൽ സെക്രട്ടറി CP കുഞ്ഞുമുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ സ്റ്റുഡൻസ് ഇൻ പാലിറ്റീവ് മെഡിസിനാണ് സമ്മേളനത്തിന് നേതൃത്വം നൽകിയത്. ഇന്ത്യ, ശ്രീലങ്ക, തായ്വാൻ, ബംഗ്ലാദേശ്, നേപ്പാൾ തുടങ്ങിയ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളടക്കം 1000-ഓളം വിദ്യാർത്ഥികൾ കോൺഫറൻസിൽ പങ്കെടുത്തു. ആധുനിക കാലഘട്ടത്തിൽ മാറാരോഗങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യമാണുള്ളത്. സാന്ത്വന പരിചരണ രംഗത്ത് സേവന സന്നദ്ധർ ഇന്ന് വളരെ കുറവാണ്. വേദനിക്കുന്നവർക്കായി പ്രവർത്തിക്കാൻ ഒരു കൂട്ടം വിദ്യാർത്ഥികളെ സന്നദ്ധരാക്കുക എന്നതാണ് സമ്മേളനത്തിന്റെ ഉദ്ദേശം. പാലിയേറ്റീവ് സംബന്ധിച്ചുള്ള പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചതും വിദ്യാർത്ഥികൾ തന്നെയാണ്. പാലിയേറ്റീവ് കെയറിൽ പരിശീലനം നൽകുക, രോഗീ പരിചരണം, വിഭവസമാഹരണം, ബോധവൽക്കരണം തുടങ്ങിയ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് വിദ്യാർത്ഥി സമൂഹത്തെ സജ്ജമാക്കാനും കൂടിയാണ് സ്റ്റുഡൻസ് പാൽക്കോൺ 2015 സംഘടിപ്പിച്ചതെന്ന് CP കുഞ്ഞുമുഹമ്മദ് പറഞ്ഞു. കോഴിക്കോട്ടെ 30ഓളം കോളേജുകളാണ് സമ്മേളനത്തിന് നേതൃത്വം നൽകിയത്. ട്രോമോ കെയറിന്റെയും സിറ്റി പോലീസിന്റെയും നേതൃത്വത്തിൽ റോഡ് സുരക്ഷാ വാരാചരണത്തോടനുബന്ധിച്ചുള്ള ചിത്ര പ്രദർശനം ആർട്ട് ഗാലറിയിൽ ആരംഭിച്ചു. പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. പത്രപ്രവർത്തകരും ഫ്രീലാൻസുകളും എടുത്ത ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. പ്രദർശനം 21-ന് സമാപിക്കും. റോഡ് സുരക്ഷ സംബന്ധിച്ച് പ്രസ് ഫോട്ടോഗ്രാഫർമാരുടെ ഫോട്ടോ പ്രദർശനം ആർട്ട് ഗാലറിയിൽ ആരംഭിച്ചു. റോമ കെയറിന്റെയും സിറ്റി പോലീസിന്റെയും നേതൃത്വത്തിൽ ആണ് പ്രദർശനം സംഘടിപ്പിച്ചത്. തിക്കും തിരക്കും വകവയ്ക്കാതെ സ്കൂളിലെത്താൻ ബസ്സിൽ ഏന്തിവലിഞ്ഞ് കയറുന്ന വിദ്യാർത്ഥികളും മഴ പെയ്ത് കുഴികളിൽ കൂടി റോഡിന്റെ അടിത്തട്ടിലുള്ള മണ്ണിലേക്ക് വെള്ളം ഇറങ്ങുന്ന ദൃശ്യങ്ങളും, സ്കൂൾ വിദ്യാർത്ഥിയെ റോഡ് ക്രോസ് ചെയ്യാൻ സഹായിക്കുന്ന പോലീസുകാരനും, റോഡ് സുരക്ഷയ്ക്ക് വെല്ലുവിളിയായ ആർച്ചുകളും, റോഡ് മുറിച്ചു കടക്കാൻ സീബ്ര ക്രോസിംഗിൽ ക്ഷമയോടെ കാത്തുനിൽക്കുന്ന കഴുതയുടെ ചിത്രവുമെല്ലാം ഏറെ ശ്രദ്ധേയമാകുന്നു. ഹൃദയത്തെ നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചകളും ഫോട്ടോ പ്രദർശനത്തിലുണ്ട്. റോഡിൽ പൊലിഞ്ഞു പോയവരുടെ ജീവനും അപകടത്തിൽപ്പെട്ട് റോഡിൽ തളം കെട്ടിക്കിടക്കുന്ന ചോരയും ഏറെ ദയനീയതയോടെ നമുക്കിവിടെ കാണാം. ചോരയുടെ ഗന്ധമാണ് ഈ ചിത്രങ്ങൾക്കുള്ളത്. ഇതിലെല്ലാം തന്നെ വ്യത്യസ്തമായ ചിത്രമാണ് സുരക്ഷയ്ക്ക് ഹെൽമറ്റ് ധരിച്ചു പോകുന്ന 2 വിദേശികൾ. സുരക്ഷയ്ക്കെങ്കിലും ഹെൽമറ്റ് ധരിക്കൂ എന്ന സന്ദേശം നൽകിക്കൊണ്ട് പിന്നിലിരുന്ന ആളും ഹെൽമറ്റ് ധരിച്ചുകൊണ്ട് 2 വീലറിൽ യാത്ര ചെയ്യുന്ന ദൃശ്യമാണിത്. റെജി മേനോൻ, ഷെല്ലി വേണുഗോപാൽ, നജീബ് എങ്ങാട്ടിൽ, ബാലകൃഷ്ണൻ എടച്ചേരി തുടങ്ങിയവരുടെ ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. അതിൽ മൊബൈൽ ക്ലിക്കും അല്ലാത്തവയുമുണ്ട്. റോഡ് സുരക്ഷയുടെ ഭാഗമായി തെരുവ് നാടകവും വീഡിയോ പ്രദർശനവും വിവിധയിടങ്ങളിലായി ഇവർ സംഘടിപ്പിച്ചു. കാലിക്കറ്റ് പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. റിട്ടയർഡ് പോലീസ് സൂപ്രണ്ട് ജനാർദ്ദനൻ, റിട്ടയർഡ് പോലീസ് സൂപ്രണ്ട് പ്രദീപ് കുമാർ, ദീദി ദാമോദരൻ തുടങ്ങിയവർ പങ്കെടുത്തു. 21-ന് പ്രദർശനം സമാപിക്കും. വാർത്തയിൽ ഒരിടവേള. Galaxy made of ABS material.
3G ട്രിപ്പിൾ ഇനോഗ്രേഷൻ 3G മൊബൈൽ വേൾഡിന്റെ 3 ഷോറൂമുകൾ ഒരേ ദിവസം നിങ്ങളുടെ പ്രിയ താരങ്ങളായ അനൂപ് മേനോനും നമിത പ്രമോദും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു. ജനുവരി 17 രാവിലെ 10 മണിക്ക് കൊയിലാണ്ടി ഷോറൂം, 12 മണിക്ക് മുക്കം ഷോറൂം, വൈകിട്ട് 4 മാവൂർ റോഡ് ലാൻഡ്ഷിപ്പ് മോൾ ഷോറൂം. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ബമ്പർ സമ്മാനമായി നിങ്ങളെ കാത്തിരിക്കുന്നു ഒരു ഹാർലി ഡേവിഡ്സൺ മോട്ടോർ സൈക്കിൾ. 3G മൊബൈൽ വേൾഡ്, ബാലുശ്ശേരി, കുറ്റ്യാടി, പേരാമ്പ്ര, വടകര ആൻഡ് കോഴിക്കോട്. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. ജംബോ സർക്കസ് അമേരിക്കൻ കലാകാരുമായി ആദ്യമായി കോഴിക്കോട് സ്വപ്നനഗരിയിൽ. മണിപ്പുരി കലാകാരന്മാരുടെ ആക്രോബാറ്റിക്സ്, യുവസുന്ദരികളുടെ നയന മനോഹരമായ അറേബ്യൻ ഡാൻസ്, ആനാകുതിര എന്നിവയുടെ വിസ്മയിപ്പിക്കുന്ന പ്രകടനങ്ങൾ എല്ലാം നേരിൽ ദർശിക്കുവാൻ വേണ്ടി നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുകയാണ് കോഴിക്കോട് സ്വപ്നനഗരിയിലേക്ക്. ദിവസേന 3 പ്രദർശനങ്ങൾ. ഉച്ചക്ക് 1 മണിക്ക്, വൈകുന്നേരം 4 മണിക്ക്, രാത്രി 7 മണിക്ക്. ജംബോ സർക്കസ് കോഴിക്കോട് സ്വപ്നനഗരിയിൽ. വാർത്തകൾ തുടരുന്നു. സാമൂതിരി സ്കൂൾ ഗ്രൗണ്ടിലെ ഭൈരവി വേദിയിൽ നാടകം ആസ്വദിക്കാനായി നിറഞ്ഞ സദസ്സ്. നാടകത്തെ നെഞ്ചേറ്റുന്ന മലബാറിലെ നാടകപ്രേമികളും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള നാടക പ്രവർത്തകരും നാടകം വീക്ഷിക്കാനെത്തി. പതിവ് പരാതികളൊന്നും ഉണ്ടായില്ല എന്നതും സംഘാടകരുടെ മികവാണ്. രേവതി പട്ടത്താനത്തിന്റെ മണ്ണിലൊരുക്കിയ രംഗഭൂവിൽ നാടകം തുടങ്ങി. പതിവ് പോലെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ നാടകവേദിക്ക് മുന്നിൽ പ്രേക്ഷകോത്സവമായിരുന്നു. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ നാടക പ്രവർത്തകരുടെയും നാടക പ്രേമികളുടെയും നിറഞ്ഞ സദസ്സ്. സാമൂതിരി സ്കൂൾ ഗ്രൗണ്ടിലെ ഭൈരവി വേദിയിൽ ഹൈസ്കൂൾ വിഭാഗം നാടക മത്സരം കാണാൻ രാവിലെ 7 മണിയോടെ തന്നെ പ്രേക്ഷകരെത്തി സ്ഥാനം പിടിച്ചു. വേദിയെ ചൊല്ലിയും മറ്റും പതിവായി പരാതികളും സംഘർഷങ്ങളും ഉണ്ടാവാറുണ്ടെങ്കിലും ഇത്തവണ കുറ്റങ്ങളൊന്നും എടുത്തു പറയാനില്ല. എന്നാൽ ഉച്ചയ്ക്ക് മുൻപ് വേദിയിലെത്തിയ നാടകങ്ങൾ പ്രമേയം കൊണ്ട് മാത്രമേ മുന്നിലെത്തിയുള്ളൂ. കുരീപ്പുഴ ശ്രീകുമാറിന്റെ രേണുക എന്ന കവിതയെ അടിസ്ഥാനമാക്കിയുള്ള നാടകം ശ്രദ്ധേയമായി. സാധാരണ ഹൈസ്കൂൾ നാടകവേദികളിൽ കാണാറുള്ള ഊർജ്ജസ്വലത പക്ഷേ അരങ്ങിലെത്തിയില്ല. നാടകങ്ങളാണ് മത്സരത്തിന് വന്നത്. അപ്പീൽ വഴിയും നാടകങ്ങൾ മത്സരത്തിനെത്തി. നാടക മത്സരം ശനിയാഴ്ച പുലർച്ചെ വരെ നീണ്ടു. നാടകം വിലയിരുത്താൻ സമാന്തര ജൂറിയുമുണ്ട്. നടൻ മാമുക്കോയ, പ്രകാശ് ബാരെ, അനൂപ് ചന്ദ്രൻ എന്നിവരെയാണ് സമാന്തര ജൂറിക്കാർ വിധികർത്താക്കളായി ഇരുത്തിയിരിക്കുന്നത്. കോഴിക്കോട്ടെ പ്രമുഖരായ സാംസ്കാരിക നേതാക്കൾ നാടകം കാണാൻ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. മുൻ വർഷങ്ങളിലേതുപോലെ തന്നെ പെണ്ണാധിപത്യമാണ് ഇത്തവണയും അരങ്ങിൽ ദൃശ്യമായത്. ഉച്ചയ്ക്ക് മുൻപ് അരങ്ങേറിയ നാടകങ്ങളിൽ അധികവും വേഷമിട്ടതും പെൺകുട്ടികളാണ്. ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ കലോത്സവ നഗരിയിൽ മാലിന്യം നിറയാതിരിക്കാൻ ശുചിത്വ സേന സദാ ജാഗരൂകരാണ്. 200-ലേറെ വിദ്യാർത്ഥികളാണ് കലോത്സവ നഗരിയെ ശുചിത്വമാക്കുന്നത്. വീണ്ടും ഒരു സ്കൂളിനോ കോളേജിനോ പ്രവർത്തിക്കാൻ പറ്റാത്ത വിധത്തിൽ മാലിന്യ കൂമ്പാരം ഇത്തവണ കലോത്സവ വേദിയിലുണ്ടാകില്ല. കലോത്സവ നഗരത്തെ ശുചിത്വമാക്കാൻ ശുചിത്വ സേന എത്തിയിരിക്കുന്നു. കോഴിക്കോട് സൌത്ത് മണ്ഡലത്തിന്റെ നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവർത്തനം നടത്തുന്നത്. ആദ്യമായാണ് ഇത്തരം പ്രവൃത്തി കലോത്സവ വേദിയിൽ നടക്കുന്നത്. കലോത്സവ മാമാങ്കത്തെ കാണാനെത്തുന്ന കാണികൾ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ പേപ്പറുകളും പ്ലാസ്റ്റിക്കുകളും മറ്റും ശേഖരിക്കുകയാണ് ശുചിത്വ സേനയിലെ കുട്ടികൾ. നഗരത്തിലെ പ്രമുഖ വിദ്യാലയങ്ങളിൽ നിന്നുള്ള 200-ലേറെ വിദ്യാർത്ഥികളാണ് ഈ നന്മയുടെ കൂട്ടായ്മയിലെ പ്രവർത്തകർ. നമ്മൾ ശുചിത്വസേന വളണ്ടിയേഴ്സ് ആണ്. ടോട്ടല് 200 വളണ്ടിയേഴ്സ് ആണ് കലോത്സവത്തിന് വേണ്ടി വന്നത്. നമ്മൾ 10 സ്കൂളിൽ നിന്നായിട്ടാണ് വളണ്ടിയേഴ്സിനെ സെലക്ട് ചെയ്തെടുത്തതാണ്. നമ്മുടെ മെയിൻ മോട്ടോ എന്ന് പറയുന്നത് ബി ദ ചേഞ്ച് ബ്രിങ് ദ ചേഞ്ച് ആണ്. പിന്നെ എയിം 0 വേസ്റ്റ്. നമ്മൾ വേസ്റ്റ് പറക്കുന്നതിലുപരി ബാക്കിയുള്ളവരെ കൊണ്ട് വേസ്റ്റ് നിലത്ത് ഇടാൻ പറ്റില്ല എന്നുള്ള മെസ്സേജ് സ്പ്രെഡ് ചെയ്യാനാണ്. ഇപ്പോൾ കലോത്സവത്തിന് നമ്മുടെ ഈ മെസ്സേജ് മാക്സിമം 100% ആൾക്കാരിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് വിശ്വാസം. 2 ഷിഫ്റ്റുകളിലായാണ് കുട്ടികൾ ശുചിത്വ പ്രവർത്തനം നടത്തുന്നത്. രാവിലെ പെൺകുട്ടികളും വൈകുന്നേരം ആൺകുട്ടികളും എന്ന രീതിയിലാണ് ശുചീകരണ പ്രവർത്തനം ചെയ്യുന്നത്. ഇംപ്ലിമെന്റ് ഓഫീസർ രാധാകൃഷ്ണൻ KP, ടീച്ചർ കോർഡിനേറ്റർ മുഹമ്മദ് ബഷീർ TP എന്നിവരുടെ നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവർത്തനം നടത്തുന്നത്. പ്രധാനപ്പെട്ട 10 വേദികളിലാണ് ശുചിത്വ സേന ശുചീകരണം നടത്തുന്നത്.
കാണികൾക്കൊപ്പം ശുചിത്വ സേന പ്രവർത്തകർ നിഴൽ പോലെ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ കലോത്സവ വേദി ശുചിത്വമുള്ള വേദിയായി മാറിയിരിക്കുന്നു. ജൈവ അജൈവ മാലിന്യങ്ങൾ എന്ന രീതിയിൽ 2 ബോക്സുകളിലാണ് മാലിന്യങ്ങൾ ശേഖരിക്കുന്നത്. ദിവസവും ലഭിക്കുന്ന മാലിന്യം കോർപ്പറേഷന് കൈമാറുകയാണ് വിദ്യാർത്ഥികൾ ചെയ്യുന്നത്. കലോത്സവം അവസാനിക്കുന്നതുവരെ ശുചിത്വ സേനയുടെ പ്രവർത്തനമുണ്ടാകും. ക്ഷേത്രകലകളിൽ മുസ്ലിം പെൺകുട്ടികളുടെ സാന്നിധ്യം ശ്രദ്ധേയമാകുന്നു. ക്ഷേത്രകലകളെ മതത്തിന്റെയും ജാതിയുടെയും മതിൽക്കെട്ടുകൾക്കപ്പുറത്തേക്ക് കൊണ്ടുവന്നതിന്റെ നേർസാക്ഷ്യമാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ നങ്ങ്യാർകൂത്ത് വേദിയിൽ അരങ്ങേറിയത്. ക്ഷേത്രകലാചാരൻ പൈങ്കുളം രാമചന്ദ്രൻ നമ്പ്യാരാണ് നങ്ങ്യാർകൂത്തിനെ ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്തു കൊണ്ടുവന്നതും എല്ലാവർക്കും അഭ്യസിച്ച് അവതരിപ്പിക്കാവുന്ന രൂപത്തിലേക്ക് ഈ കലയെ വികസിപ്പിച്ചതും. മലപ്പുറത്ത് നടന്ന 53ാം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലാണ് നങ്ങ്യാർകൂത്ത് ആദ്യമായി മത്സര ഇനമായി പ്രത്യക്ഷപ്പെട്ടത്. സവർണ വിഭാഗത്തിൽ മാത്രം ഒതുങ്ങി നിന്ന ഈ കലാരൂപം പിന്നീട് എല്ലാ വിഭാഗങ്ങളിലേക്കും വ്യാപിച്ചു. സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിലെ നങ്ങ്യാർകൂത്ത് മത്സരങ്ങളിൽ ഇതര മതവിഭാഗങ്ങളിലെ വിദ്യാർത്ഥിനികളുടെ പ്രകടനം സ്കൂൾ കലോത്സവത്തിന്റെ മതേതര സാന്നിധ്യത്തിന് മാറ്റിക്കൂട്ടി. കൊടുങ്ങല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇസാന എൻ്റെ ഉപ്പച്ചിയാണ് എല്ലാത്തിലും എന്നെ പ്രോത്സാഹിപ്പിക്കുന്നത്. എല്ലാതും പിന്നെ ഈ പ്രാവശ്യത്തെ സ്റ്റേറ്റിൽ പങ്കെടുക്കാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമാണ്. സിനിമാ താരം നിഹാരിക എസ് മോഹനും നങ്ങ്യാർകൂത്ത് മത്സരത്തിനെത്തിയിരുന്നു. ഇന്നലെ ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ കഥകളി മത്സരമാണ് നടന്നത്. ഞാൻ പങ്കെടുത്തിരുന്നു. അതിൽ 4ാം സ്ഥാനം എ ഗ്രേഡാണ് ലഭിച്ചത്. ഇന്ന് നങ്ങ്യാർകൂത്ത് 20ാം തീയതി മോണാക്ട് ഉണ്ട്. പുരാണ കഥാപാത്രങ്ങളായ കൃഷ്ണരാമ കഥകളെ അടിസ്ഥാനമാക്കിയുള്ള നങ്ങ്യാർകൂത്ത് മത്സരത്തിൽ കംസവധം, കാളിയമർദ്ദനം തുടങ്ങിയ കഥകളാണ് പ്രധാനമായും വേദിയിൽ അവതരിപ്പിക്കപ്പെട്ടത്. ഒരേ ചുവടുകളും ഒരേ താളവുമായി ബാൻഡ് സംഘങ്ങൾ വേദി 17 രേവതിയിൽ അണിനിരന്നു. ഹയർ സെക്കൻഡറി വിഭാഗം ബാൻഡുമേള മത്സരമാണ് ദേവഗിരി കോളേജ് ഗ്രൗണ്ടിൽ നടന്നത്. കത്തുന്ന വെയിലിലും തളരാത്ത മത്സരവീര്യം ബാൻഡ് മത്സരത്തെ ശ്രദ്ധേയമാക്കി. ദേശീയ കലാസാഹിതി പ്രസിദ്ധീകരിച്ച കലോത്സവ കഥകൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം കെ.പി. കേശവ മേനോൻ ഹാളിൽ പി.കെ. അബ്ദുറബ് നിർവഹിച്ചു. പ്രസിദ്ധ സാഹിത്യകാരൻ കൽപ്പറ്റ നാരായണൻ ആദ്യ പുസ്തകം ഏറ്റുവാങ്ങി. ദേശീയ കലാസാഹിതി പ്രസിദ്ധീകരിച്ച കലോത്സവ കഥകൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം വിദ്യാഭ്യാസ മന്ത്രി പി.കെ. അബ്ദുറബ് നിർവഹിച്ചു. കെ.പി. കേശവ മേനോൻ ഹാളിൽ നടന്ന ചടങ്ങിൽ കൽപ്പറ്റ നാരായണൻ പുസ്തകം ഏറ്റുവാങ്ങി. രംഗാവിഷ്കാര കലകൾക്ക് മാധ്യമങ്ങളേറെ പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിലും സർഗധനരായ വിദ്യാർത്ഥികളുടെ കഥകളും കവിതകളും മികച്ച ചിത്രങ്ങളും ആരും കാണാതെ പോകുന്ന അവസ്ഥയാണുള്ളതെന്ന് മന്ത്രി പറഞ്ഞു. കാണുന്ന ആളുകളുടെ ആ ഒരു അവർ കാണുന്നു എന്നുള്ള അറിവോടുകൂടി അത് അവസാനിച്ചു പോകും. ജനങ്ങൾക്ക് താല്പര്യമുള്ള മറ്റ് ഇനങ്ങൾ അതിന് വലിയ തോതിലുള്ള പ്രസിദ്ധിയും കവറേജും ഒക്കെ ലഭിക്കുകയും അത് നമ്മുടെ ഇതിന്റെ ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളുടെയൊക്കെ സഹായത്തോടുകൂടി കലോത്സവങ്ങൾ കഴിഞ്ഞാലും അതെല്ലാം തന്നെ സജീവമായി നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുകയും ചെയ്യും. 2014 സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ 14 ജില്ലകളിൽ നിന്ന് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി തലങ്ങളിൽ നിന്നായി കഥാരചനയിൽ പങ്കെടുത്ത 28 വിദ്യാർത്ഥികളുടെ കഥകളാണ് കലോത്സവ കഥകളായി പ്രസിദ്ധീകരിച്ചത്. പ്രൊഫസർ കെ.ബി. ഉണ്ണിത്താൻ ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചു. ദേശീയ കലാസാഹിതി ഏർപ്പെടുത്തിയ പ്രതിഭാ പുരസ്കാരം ഫാസില സലാമിനെ പ്രൊഫസർ കൽപ്പറ്റ നാരായണൻ സമ്മാനിച്ചു. ഹയർ സെക്കൻഡറി റീജിയണൽ ഡയറക്ടർ കെ. നൌഷാദ്, മുക്കം മുഹമ്മദ്, പി. സതീഷ് ബാബു, ബേബി വാസൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. വാർത്തയിൽ മറ്റൊരിടവേള.
3G ട്രിപ്പിൾ ഇനോഗ്രേഷൻ 3G മൊബൈൽ വേൾഡിന്റെ 3 ഷോറൂമുകൾ ഒരേ ദിവസം നിങ്ങളുടെ പ്രിയ താരങ്ങളായ അനൂപ് മേനോനും നമിത പ്രമോദും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു. ജനുവരി 17 രാവിലെ 10 മണിക്ക് കൊയിലാണ്ടി ഷോറൂം, 12 മണിക്ക് മുക്കം ഷോറൂം, വൈകിട്ട് 4 മാവൂർ റോഡ് ലാൻഡ്ഷിപ്പ് മോൾ ഷോറൂം. ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് ബമ്പർ സമ്മാനമായി നിങ്ങളെ കാത്തിരിക്കുന്നു ഒരു ഹാർലി ഡേവിഡ്സൺ മോട്ടോർ സൈക്കിൾ. 3G മൊബൈൽ വേൾഡ്, ബാലുശ്ശേരി, കുറ്റ്യാടി, പേരാമ്പ്ര, വടകര ആൻഡ് കോഴിക്കോട്. Galaxy made of ABS material. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. മാപ്പിള കലകളുമായി വേദികൾ ഉണർന്നു. ഗുജറാത്തി ഹാളിൽ ഹയർ സെക്കൻഡറി വിഭാഗം കോൽക്കളി കാണാനാണ് കയ്യടിയുമായി ആസ്വാദകർ എത്തിയത്. യഥാർത്ഥ ടീമിന്റെ എണ്ണത്തോളം തന്നെ അപ്പീലുകളും എത്തിയിരുന്നു. അറബിക്കടലിന്റെ തീരത്തെ ഗുജറാത്തി ഹാളിൽ ഒരുക്കിയ മൽഹാർ എന്ന വേദിയിൽ കളരി അഭ്യാസത്തിന്റെ മേവഴക്കത്തിനൊപ്പം മാപ്പിളപ്പാട്ടിന്റെ ശീലുകൾ കോൽക്കളി ചൂടുകളുമായി പെയ്തിറങ്ങി. വട്ടക്കൊല്ലിൽ തുടങ്ങി മറിഞ്ഞാടി മിൻകളി ചാഞ്ചടിയിൽ ചൂടുറപ്പിച്ച് ചെറുകളി കോർക്കലിലൂടെ മുന്നേറിയ പുരുഷാരം ആസ്വാദകർക്ക് സമ്മാനിച്ചത് ആനന്ദകരമായ കാഴ്ചയായിരുന്നു. കോൽക്കളിക്കും മാപ്പിളപ്പാട്ടിനുമൊക്കെ ആസ്വാദകരും പരിശീലകരും ഏറെയും മലബാറിലാണെങ്കിലും വിട്ടുകൊടുക്കാൻ ഒട്ടും ഭാവമില്ല തെക്കൻ ജില്ലകൾക്കും. കഴിഞ്ഞ 5 വർഷമായി കോൽക്കളി മത്സരത്തിലെ പതിവ് സാന്നിധ്യമാണ് കോട്ടയം ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴ ക്രിസ്തുജ്യോതി ഹയർ സെക്കൻഡറി സ്കൂൾ. ഇത്തവണ കോൽക്കളിയിലെ കളരി അഭ്യാസത്തിന് പകരം ഗുസ്തിച്ചുവടുകളുമായാണ് ഇവർ കാഴ്ചക്കാർക്ക് മുൻപിലെത്തിയത്. ഇങ്ങനെ മലപ്പുറം അതേപോലുള്ള ശൈലികൾ വരുത്തില്ലെങ്കിലും ഞങ്ങളെ കൊണ്ടും കളിക്കാൻ പറ്റും എന്നൊരു വിശ്വാസമാണ് ഈ കോഴിക്കോട് വന്നിരിക്കുമ്പം തോന്നുന്നു. പ്രതീക്ഷ ഇനിയും ഉണ്ട്. ഇനി പ്രൈസ് മേടിക്കാൻ തന്നെ ഒരു പ്രതീക്ഷയുണ്ട്. ഞങ്ങളുടെ 5ാമത്തെ വർഷമാണ് ഇനി വരുന്നത്. അത് ഈ ഫസ്റ്റ് തന്നെ മേടിക്കണമെന്നുണ്ട്. ഞങ്ങൾ പരിശ്രമിക്കും. ഹയർ സെക്കൻഡറി വിഭാഗം കോൽക്കളി മത്സരം കാണാൻ വിദ്യാഭ്യാസ മന്ത്രി പി കെ അബ്ദുറബും മൽഹാർ വേദിയിൽ എത്തിയിരുന്നു. സാഹസിക പ്രകടനത്തിൽ പുത്തൻ വിസ്മയങ്ങൾ തീർത്ത് ജംബോ സർക്കസ് സ്വപ്നനഗരിയിൽ തുടങ്ങി. മേയർ എ കെ പ്രേമജം ഉദ്ഘാടനം ചെയ്തു. അമേരിക്കൻ കലാകാരന്മാരുടെ അഭ്യാസ പ്രകടനങ്ങളുമായാണ് പുതുവർഷത്തിൽ സർക്കസ് കാഴ്ചക്കാർക്ക് മുന്നിലെത്തുന്നത്. സർക്കസ് പ്രദർശനം 1 മാസം നീളും. നഗരത്തിന് വിസ്മയ കാഴ്ചകൾ സമ്മാനിച്ച് അമേരിക്കൻ കലാകാരന്മാർ ഉൾപ്പെടെയുള്ളവരുടെ അഭ്യാസ പ്രകടനങ്ങളുമായി ജംബോ സർക്കസ് സ്വപ്നനഗരിയിൽ തുടങ്ങി. മേയർ എ കെ പ്രേമജം ഉദ്ഘാടനം ചെയ്തു. കൌൺസിലർമാരായ MT പത്മ, കെ സത്യനാഥൻ തുടങ്ങിയവർ പങ്കെടുത്തു. ലോക സർക്കസിൽ തന്നെ അതിസാഹസിക പ്രകടനമെന്ന് വിശേഷിപ്പിച്ച അമേരിക്കൻ റിംഗ് ഓഫ് ഡെത്ത് അടക്കമുള്ള പ്രകടനങ്ങളാണ് 150ഓളം കലാകാരന്മാർ 2.25 മണിക്കൂർ നീളുന്ന സർക്കസിലൂടെ കാണികൾക്ക് മുന്നിൽ ഒരുക്കുന്നത്. മെയ്വഴക്കവും ഏകാഗ്രതയും ഒത്തിണങ്ങിയ അപൂർവ പ്രകടനമാണ് ബെന്നി ഇമാറയുടെ നേതൃത്വത്തിൽ റിംഗ് ഓഫ് ഡെത്തിലൂടെ നടക്കുന്നത്. വേഗത്തിൽ താഴുകയും പൊങ്ങുകയും ചെയ്യുന്ന വട്ടത്തിനകത്തും പുറത്തുമായി കണ്ണുകൾ കെട്ടിയും അല്ലാതെയുമാണ് ബെന്നി ഇമാറോ അഭ്യാസ പ്രകടനം നടത്തുന്നത്. നൂർജഹാന്റെ നേതൃത്വത്തിലുള്ള അറേബ്യൻ നർത്തകിമാരുടെ ഫയർ ഡാൻസ്, ഗ്ലോബിനുള്ളിൽ 3 പേരുടെ മോട്ടോർ സൈക്കിൾ അഭ്യാസ പ്രകടനം, സാരി അക്രോബാറ്റ്, റഷ്യൻ റോപ്പ് അക്രോബാറ്റ്, ഡോക്ടർ ആനയുടെ ക്രിക്കറ്റ് കളി, അമേരിക്കൻ തത്തകളുടെ വിവിധങ്ങളായ പ്രകടനങ്ങൾ തുടങ്ങിയവയെല്ലാം സർക്കസിനെ ആകർഷകമാക്കുന്നു. ഉച്ചയ്ക്ക് 1-നും വൈകിട്ട് 4-നും 7-നുമാണ് 3 പ്രദർശനങ്ങൾ. 70, 100, 150, 200 രൂപ എന്നിങ്ങനെയാണ് ടിക്കറ്റ് നിരക്കുകൾ. 200 രൂപ ടിക്കറ്റിൽ അഡ്വാൻസ് ബുക്കിംഗിനും സൗകര്യമുണ്ട്. അഡ്വാൻസ് ബുക്കിംഗിനായുള്ള ഫോൺ നമ്പർ 7736120070 എന്നതാണ്.
അനുഭവസമ്പന്നരായ മാധ്യമപ്രവർത്തകർ കലാവിരുന്ന് പകർത്തുമ്പോൾ കലോത്സവ ചരിത്രത്തിൽ ആദ്യമായി വിദ്യാർത്ഥികൾ കലാവിരുന്ന് പകർത്തുന്നു. ശുഭവാർത്ത എന്ന കൊച്ചു പത്രത്തിലൂടെയാണ് പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നത്. അനുഭവസമ്പന്നരായ മാധ്യമപ്രവർത്തകർ കലാവിരുന്നിനെ പകർത്തുമ്പോൾ ഇതാദ്യമായി വിദ്യാർത്ഥികളും കലാവിരുന്നിനെ പകർത്തി പ്രേക്ഷകർക്ക് മുന്നിൽ വിരുന്നൊരുക്കുന്നു. ശുഭവാർത്ത എന്ന കൊച്ചു പത്രത്തിലൂടെയാണ് കലോത്സവ കാഴ്ചകൾ പ്രേക്ഷകർക്ക് എത്തിക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷന്റെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ നേതൃത്വത്തിലാണ് പത്രം ഇറക്കുന്നത്. 4 പേജ് A3 വലിപ്പത്തിലുള്ള പത്രമാണ് വിദ്യാർത്ഥികൾ പ്രസിദ്ധീകരിക്കുന്നത്. കോർപ്പറേഷനിൽ നിന്നും തിരഞ്ഞെടുത്ത 35 വിദ്യാർത്ഥികളാണ് മാധ്യമപ്രവർത്തനം ചെയ്യുന്നത്. ഓരോ വേദികളും മാധ്യമ കുട്ടിപ്പടകളെ തരംതിരിച്ചാണ് വാർത്തകൾ കണ്ടെത്തുന്നത്. UP മുതൽ ഹയർ സെക്കൻഡറി സ്കൂൾ വരെയുള്ള വിദ്യാർത്ഥികളുണ്ട് ഈ മാധ്യമ പ്രവർത്തനത്തിൽ. കലോത്സവത്തിൽ 4 ദിവസങ്ങളിലാണ് പത്രം കുട്ടികൾ പ്രസിദ്ധീകരിക്കുന്നത്. കലോത്സവത്തിന് മുൻപ് ഈ വിദ്യാർത്ഥികൾക്ക് മാധ്യമപ്രവർത്തനത്തിനു വേണ്ട പ്രത്യേക ക്ലാസും നൽകിയിരുന്നു. ഇതിന്റെ പ്രവർത്തന പരിചയത്തിലാണ് വിദ്യാർത്ഥികൾ കലോത്സവ മാമാങ്കത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. നേരത്തെ ഇതേ കുട്ടികൾ സബ് ജില്ലാ കലോത്സവത്തിനു വേണ്ടി പത്രം ഇറക്കിയിരുന്നു. ഇതുകൂടാതെ കോർപ്പറേഷൻ ഭരണ നേട്ടങ്ങളും നഗരത്തിലെ മികവ് തെളിയിച്ച 5 സ്കൂളുകളുടെ വിശദാംശങ്ങൾ ഉൾപ്പെടെ ഒരു ലക്കവും പ്രസിദ്ധീകരിച്ചിരുന്നു. കുട്ടികൾക്കൊപ്പം അധ്യാപകരായ സാജിദ കമാൽ, ലിൻസി ആന്റണി, ജൂലി സെലീന, A ഷഹാന, സുർജിത് എന്നിവർ നേതൃത്വം നൽകുന്നുണ്ട്. ദേശീയ യുവജന ദിനത്തോടനുബന്ധിച്ച് ചിൽഡ്രൻസ് ചോയ്സിന്റെ വിദ്യാർത്ഥികൾക്കായുള്ള ക്രിയാത്മക രചനാ ശില്പശാല നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്നു. ഗ്ലാഡിസ് P. ഐസക് ശില്പശാല ഉദ്ഘാടനം ചെയ്തു. നഗരത്തിലെ വിവിധ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥികൾ ശില്പശാലയിൽ പങ്കെടുത്തു. ചിൽഡ്രൻസ് ചോയ്സ് പബ്ലിക്കേഷന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ നഗരത്തിലെ വിവിധ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 7ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെയുള്ള 50ഓളം വിദ്യാർത്ഥികൾക്ക് രചനാ ശില്പശാല സംഘടിപ്പിച്ചു. മലബാർ ക്രിസ്ത്യൻ കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പൽ ഗാഡീസ് P. ഐസക് ശില്പശാല ഉദ്ഘാടനം ചെയ്തു. ചിൽഡ്രൻസ് ചോയ്സ് എന്ന പുസ്തകത്തിന്റെ 3ാം പതിപ്പ് കുട്ടികൾക്ക് പരിചയപ്പെടുത്തി. പ്രധാനമായും ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്കായാണ് മാസിക ഇറക്കുന്നത്. കോഴിക്കോട് നിന്നാണ് പുസ്തകം പബ്ലിഷ് ചെയ്യുന്നത്. നാഷണൽ യൂത്ത് ഡേയുടെ ഭാഗമായാണ് ശില്പശാല സംഘടിപ്പിച്ചത്. 2ാമത്തെ വർഷമാണ് ഇത്തരത്തിലുള്ള ശില്പശാല സംഘടിപ്പിക്കുന്നത്. ചിൽഡ്രൻസ് ചോയ്സ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ഡോക്ടർ PC ശിവശങ്കരൻ നായർ, രാധ അയ്യർ, AG കണ്ണൻ എന്നിവർ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തു. തുടർന്ന് കുട്ടികൾക്കായി കഥ, കവിത എഴുത്തും സംഘടിപ്പിച്ചു. ചിൽഡ്രൻസ് ചോയ്സ് ചീഫ് എഡിറ്റർ V. രാമചന്ദ്രൻ നായർ ഉദ്ഘാടന ചടങ്ങിന് അധ്യക്ഷം വഹിച്ചു. 3G മൊബൈൽ വേൾഡ് കോഴിക്കോട്ട് 3 ഷോറൂമുകൾ തുറന്നു. മുക്കം, കൊയിലാണ്ടി, മാവൂർ റോഡ് എന്നിവിടങ്ങളിലാണ് പുതിയ ഷോറൂമുകൾ. മാവൂർ റോഡ് ലാൻഡ്ഷിപ്പ് മാളിൽ താരങ്ങളായ അനൂപ് മേനോനും നമിത പ്രമോദും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി ആകർഷകങ്ങളായ ഒട്ടനവധി സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിലെ പ്രമുഖ മൊബൈൽ ഫോൺ ഷോറൂം ശൃംഖലയായ 3G മൊബൈൽ വേൾഡ് 3 ഷോറൂമുകൾ കൂടി ജനങ്ങൾക്ക് സമർപ്പിച്ചു. 2015 ജനുവരി 17 ശനിയാഴ്ചയാണ് കോഴിക്കോട് 3 ഷോറൂമുകളുടെ ഉദ്ഘാടനം നടന്നത്. മുക്കം, കൊയിലാണ്ടി, മാവൂർ റോഡ്, ലാൻഡ്ഷിപ്പ് മാൾ എന്നിവിടങ്ങളിലാണ് ഒരേ ദിവസം ഷോറൂമുകൾ തുറന്നത്. 3Gയുടെ 21ാമത് ഷോറൂം സജ്ജമാക്കിയത് കൊയിലാണ്ടി പുതിയ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ഡാലിയ പ്ലാസയിലായിരുന്നു. രാവിലെ 10-ന് ഉദ്ഘാടനം നടന്നു. 22ാമത് ഷോറൂം മുക്കത്ത് ഫയർ സ്റ്റേഷൻ എതിർവശം ഉച്ചയ്ക്ക് 12-ന് പ്രവർത്തനം ആരംഭിച്ചു. മാവൂർ റോഡ് ലാൻഡ്ഷിപ്പ് മാളിൽ വൈകിട്ട് 4-ന് 23ാമത്തെ ഷോറൂമിന്റെ ഉദ്ഘാടനവും നടന്നു. എല്ലാ ഷോറൂമുകളും അനൂപ് മേനോനും നമിത പ്രമോദും ചേർന്നാണ് ജനങ്ങൾക്ക് സമർപ്പിച്ചത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒട്ടനവധി സമ്മാനങ്ങളും ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട്. ഉപഭോക്താക്കൾക്ക് ബമ്പർ സമ്മാനമായി ഹാർലി ഡേവിഡ്സൺ ബൈക്ക്, പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഉറപ്പായ സമ്മാനങ്ങൾ തുടങ്ങിയവയും നൽകുന്നുണ്ട്. മൊബൈൽ ഫോണുകളുടെ തെരഞ്ഞെടുത്ത മോഡലുകൾക്ക് 1 വർഷത്തെ സൗജന്യ ഇൻഷുറൻസ് പരീക്ഷയും 3G ഏർപ്പെടുത്തിയിട്ടുണ്ട്. IT മൊബൈൽ ഫോൺ വിപണന രംഗത്തെ ഗുണമേന്മയ്ക്കുള്ള അവാർഡ് നേടിയ 3G മൊബൈൽ വേൾഡിന് കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലായി 20ഓളം ഷോറൂമുകൾ പ്രവർത്തിക്കുന്നു. കേരളത്തിൽ 100 ഷോറൂമുകളാണ് മാനേജ്മെന്റ് ലക്ഷ്യമിടുന്നതെന്ന് 3G MD AK ഷാജി പറഞ്ഞു. അറിയിപ്പുകൾ. സർവീസ് ടാക്സ് നിയമങ്ങളെ സംബന്ധിച്ച് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിൽ മലബാർ ചേംബർ ഹാളിൽ 27-ന് രാവിലെ 9:30 മുതൽ ഏകദിന ശില്പശാല സംഘടിപ്പിക്കുന്നു. മെമ്പർമാർക്ക് 500 രൂപയും അല്ലാത്തവർക്ക് 750 രൂപയുമാണ് ഫീസ്. ഫോൺ 049523658282. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റുമായി ബന്ധപ്പെടുക www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാന സ്കൂൾ കലോത്സവം ജില്ലകളിൽ
തൃശൂരും കോട്ടയവും പാലക്കാടും മുന്നേറുന്നു. കോഴിക്കോട് തൊട്ടുപിന്നിൽ. സാന്ത്വന പരിചരണ രംഗത്ത് വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ. പാൽകോൺ 2015 അന്താരാഷ്ട്ര സമ്മേളനം കോഴിക്കോട്ട്. റോഡ് സുരക്ഷാ വാരാചരണത്തോടനുബന്ധിച്ച് ട്രോമാ കെയറിന്റെ ചിത്രപ്രദർശനം. ചിത്രങ്ങളിൽ റോഡ് അപകടങ്ങളുടെ ഓർമ്മപ്പെടുത്തലുകളും മുന്നറിയിപ്പും. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് 3G മൊബൈൽ വേൾഡ്, ബാലുശ്ശേരി, കുറ്റ്യാടി, പേരാമ്പ്ര, വടകര ആൻഡ് കോഴിക്കോട്. Galaxy made of ABS material. Genuine leather footwear, രോഗവിമുക്ത പാദങ്ങൾ.